അല്ലല്ല, ഒരു ചെക്കനെ കഴിഞ്ഞ ആഴ്ച വരെ ചെക്കനെ പക്ഷെ ഞങ്ങൾക്കൊക്കെ വരില്ല ഈ ഒരു പ്രശ്നം. ഇയാൾക്കൊന്നും അറിയില്ല, ഇയാൾ എഴുത്ത് കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് 19/11/2025 ഞങ്ങളുടെ പഞ്ചായത്തിൽ നടന്നൊരു സംഭവമാണ് ഞങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യണം. മാത്രമല്ല നിങ്ങളൊക്കെ ചെക്ക് ചെയ്യും വേണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ആ രംഗൊന്ന് കണ്ടു നോക്കി. അല്ലല്ല, ഒരു ചെക്കനെ കഴിഞ്ഞ ആഴ്ച വരെ ചെക്കനെ പക്ഷെ ഞങ്ങൾക്കൊക്കെ വരില്ല ഈ ഒരു പ്രശ്നം. ഇയാൾക്കൊന്നും അറിയില്ല, ഇയാൾ എഴുത്ത് കൊടുത്തില്ല. ഇയാൾ ഉപയോഗിച്ച നിങ്ങളതിനെ തീരുമാനം ഉണ്ടാക്കി. ഈ പഞ്ചായത്തിന് ഒരു വോട്ടർ പെട്ടുമ്പോ നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മൾ നിർദ്ദേശം നൽകിയതല്ല, അയാൾ വിളിച്ചു വരുത്തണം. പിന്നെ അത് ആര് ചെയ്തതാ? അയാളോട് പറഞ്ഞു ഇത് ഉത്തരം പറയും. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, ഇവിടെ ഈ കൂടിയ സർവകക്ഷിയുടെ കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അതിന് ഉത്തരം പറയണം. അല്ലാതെ ഒരു വോട്ടർ അവകാശം നേടിക്കാൻ അങ്ങനെയല്ല. ഇന്നത്തെ നാളെ ഇത് ഇതേമാതിരി അനവധി തമാശയുടെ ഒരു കേസിനല്ല വന്നിട്ട് കേട്ടോ. ഇത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. എല്ലാവരും ഒപ്പം നിൽക്കണം. ഇതിലെല്ലാവരും ഒരാളെ അവകാശം നിഷേധിച്ചിട്ടില്ല. ഒരു നോമിനേഷൻ അത് ചെയ്യാൻ പാടില്ല. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ അമരമ്പലം പഞ്ചായത്തിൽ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ വോട്ട് യാതൊരുവിധ കാരണവുമില്ലാതെ വെട്ടി. അതായത് ഒരാഴ്ച മുമ്പ് വോട്ടർ ലിസ്റ്റിൽ പേരുള്ള വ്യക്തിക്ക് പെടുന്നനെ ഇന്നലെ രാത്രി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡിലീറ്റ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഉള്ള വോട്ടർ പട്ടികയും ഡിലീറ്റ് ചെയ്ത പട്ടികയുടെ കോപ്പി ഞാനിതിൽ വെക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയായ വിനുവിനോട് ചോദിച്ചു നോക്കുമ്പോൾ അയാൾക്ക് കൃത്യമായി ഒരു ഉത്തരം പറയാനില്ല എന്ന് മാത്രമല്ല, ഈ സഹോദരനെ ഈ പേര് വെട്ടുന്ന സാഹചര്യത്തിൽ വിളിക്കുകയോ ഹിയറിംഗ് നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, വ്യക്തമല്ലാത്ത മറുപടി കൊടുത്ത് തിരിച്ചയച്ച സാഹചര്യത്തിലാണ് ഞാൻ ആ പഞ്ചായത്ത് ഹാളിൽ ചെന്നിട്ട് സെക്രട്ടറിയുമായിട്ട് ഈ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലുണ്ടായത്. നമ്മൾ അതിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ കേസ് ഈ പറയുന്ന സെക്രട്ടറിക്ക് നേരെ എടുത്തിട്ടുണ്ട്. മറ്റു കോടതി നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കാരണം ഇത് ഷാഹുൽ ഹമീദിൻ്റെ മാത്രം പ്രശ്നമല്ല. ധാരാളം ആളുകൾ നിങ്ങളെ വോട്ടാണ് പോയി, നിങ്ങളെ വോട്ട് വെട്ടിയിക്കണു എന്ന് പറയുമ്പോൾ ഈ സാധുക്കൾ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, SIRന് വേണ്ടിയിട്ട് ഇവിടെ ഫോം ഫില്ലപ്പ് ചെയ്ത് പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സകലമാന കാര്യങ്ങളും നടമാടുന്ന ഇന്നിൻ്റെ ഈ നേരത്ത് ഒരാളുടെ വോട്ട് ഒരു കാരണവുമില്ലാതെ വെട്ടുന്ന പ്രക്രിയ എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തണം. ഷാഹുലിനോട് നമുക്ക് ചോദിക്കാം. ഷാഹുലെ, എന്താ സംഭവിച്ചത്? ഷാഹുൽ വിശദീകരിക്കട്ടെ. നമസ്കാരം, എൻ്റെ പേര് ഷാഹുൽ ഹമീദ്. ഞാൻ നിലമ്പൂർ മണ്ഡലത്തിൽ അമരമ്പലം പഞ്ചായത്തിൽ 5-ാം വാർഡിലെ അയ്യപ്പംകുളം സ്വദേശിയാണ്. കഴിഞ്ഞ ആഴ്ച, അതായത് നമ്മളൊക്കെ ഇപ്പോൾ ഈ SIRൻ്റെ ഈ ഫോം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ ഇടയിൽ നടക്കുന്ന നമ്മളൊക്കെ സാമൂഹിക പ്രവർത്തകരാണ്. അതിൻ്റെ ഇടയിൽ 2 ആഴ്ച മുൻപ് വരെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നലെ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ വൈഫിൻ്റെയും ഉമ്മയുടെയും പേരിൻ്റെ ഇടയിലാണ് എൻ്റെ പേരുള്ളത്. അവരുടെ പേരിൻ്റെ ഇടയിൽ നിന്ന് എന്നെ മാത്രം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പിയാണത്, ഡിലീറ്റ് ചെയ്ത കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യണത്. അത് നിങ്ങൾക്ക് ആർക്കും ചെക്ക് ചെയ്യാം. അമരമ്പലം പഞ്ചായത്തിൽ നിന്നല്ല, ആർക്കും എവിടെ ഇരുന്നിട്ടും ചെക്ക് ചെയ്യാൻ കഴിയും. പിന്നുള്ളത്, ഇത് കഴിഞ്ഞ മാസം ഒക്ടോബർ മാസത്തിൽ ഞാൻ വോട്ടർ ലിസ്റ്റിലുള്ള എൻ്റെ ID ആണിത്. ഓക്കെ, ഈ അമരമ്പലം പഞ്ചായത്തിലുള്ള ഏത് പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ കഴിയും. ഒക്ടോബർ 25-ാം തീയതി വരെയുള്ള എൻ്റെ വോട്ടർ പട്ടികയിൽ ഞാൻ നിലനിന്നിരുന്ന എൻ്റെ ലിസ്റ്റാണിത്. അപ്പോൾ ഇനി എന്നെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ആധികാരികമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലെറ്റർ പാഡിൽ അപേക്ഷ നൽകുകയോ വേണം. അങ്ങനെയാണ് അതിൻ്റെ നിയമവശങ്ങൾ. ഇതൊന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിക്കാൻ വേണ്ടി പഞ്ചായത്തിലേക്ക് ചെന്നപ്പോൾ അവരുടെ നിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. അവർക്ക് അറിയില്ല, അവർ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ല.
ഒരു പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അവരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് അവർ ഇങ്ങനത്തെ ഞാൻ വേറെ പഞ്ചായത്തിൽ നിന്ന് വന്ന ആളൊന്നല്ല, ഈ പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള എന്നെ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യും? അവരറിയാതെ ആര് ഡിലീറ്റ് ചെയ്യും? ആ ഡിലീറ്റ് ചെയ്ത വ്യക്തി ഇനി എന്നെ ഒരു വോട്ടർ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ പിന്നെ ആ വ്യക്തിനെ ആധികാരികമായിട്ട് അറിയിക്കണം. അല്ലെങ്കിൽ ആ വ്യക്തി പഞ്ചായത്ത് ചേഞ്ച് ചെയ്തിട്ട് വേറെ പഞ്ചായത്തിലോ ഉള്ള ഒരാളാണെങ്കിൽ ചെയ്യാം. അവനെ ഹിയറിങ്ങിന് വിളിച്ചിട്ട് അവനെ സെക്രട്ടറി മുഖാന്തരം സൈൻ ചെയ്ത് ഫോം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ റിമൂവ് ചെയ്യാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉള്ളൂ. ആ സമയത്താണ് ഒരു കാരണവുമില്ല, ഒരു റീസണും ഇല്ലാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അറിയില്ല, അവർ ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പല റീസണാണ് പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ നമ്മൾ പിന്നെ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കോടതി മുഖാന്തരമാണ് ഈ കേസ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നിങ്ങളെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കുക. ഒന്നും കൂടെ ഇന്നലെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ലാസ്റ്റ് വന്നിട്ടുള്ള ലിസ്റ്റ്, തിരുത്തലുകൾ, അതുപോലെ നീക്കം ചെയ്യലുകൾ ഒക്കെ നിങ്ങളെ ബന്ധുക്കൾ, നിങ്ങളെ അയൽവാസികളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിയണം. കാരണം നമ്മൾ SIR ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഫീൽഡിലാണുള്ളത്. അപ്പോൾ SIR ആയിട്ടൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളൊക്കെ പോലുള്ള സാമൂഹിക പ്രവർത്തകരെ തന്നെ ഇവർ നമ്മളെ ഇൻഫോം ചെയ്യാണ്ട് ഇത് ചെയ്യുമ്പോൾ സാധാരണക്കാരായ വ്യക്തികൾക്ക് ഇത് എങ്ങനെയായിരിക്കും എഫേർട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും നിങ്ങൾക്കിപ്പോൾ വോട്ടില്ല, ഈ പ്രാവശ്യം വോട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇത് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രശ്നമല്ല, നമ്മളെ ഓരോ ഇന്ത്യൻ പൗരനും ഇന്ന് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നമാണ്. ആ പൗരൻ അറിയാതെ ആ പൗരൻ്റെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് വെട്ടാനുള്ള അവകാശം ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആർക്കും ഇല്ല. അതിന് വ്യക്തമായ കാരണങ്ങളില്ലാതെ അവർക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് അമരമ്പലം പഞ്ചായത്ത് സെക്രട്ടറി ആരായാലും വിനു എന്ന് പറഞ്ഞ സാറിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടാൻ പോവുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആരായാലും അവരെ എല്ലാം നിയമ നടപടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളെ തീരുമാനം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളെ കുടുംബത്തിൻ്റെ അയൽവാസികളെ എല്ലാവരും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇനി അടുത്തത് വരുന്നത് SIR ആണ്. അതിലും എന്തെല്ലാം നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ BLOമാർക്ക് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മളെ മരിച്ചുപോയവർ അല്ലെങ്കിൽ 2002 ലിസ്റ്റിലുള്ളവരൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും ഓൾറെഡി വോട്ടർ ലിസ്റ്റിലുള്ള ആളാണ്, 2020 ഞാൻ വോട്ടും ചെയ്തിട്ടുണ്ട് എൻ്റെ വാർഡിൽ, എൻ്റെ വൈഫുണ്ട്, ഉമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് മാത്രമാണ് എന്നെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്കണം. ഓക്കെ, അതായത് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ഒരാളാണെങ്കിൽ ഓക്കെ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഡിലീറ്റഡ് ആണ് ചെയ്തിട്ടുള്ളത്. ആര് ചെയ്തെന്ന് അറിയില്ല, ഏത് ID നിന്ന് ഡിലീറ്റ് ചെയ്തെന്ന് അറിയില്ല. ഒരു പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന് അയാളെ ലോഗിൻ ചെയ്യാണ്ട് ഒരു കാരണവശാലും ആ ID റിജക്ഷൻ ചെയ്യാൻ അവർക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ അത് അങ്ങനെ അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആരാണ് ആ ID യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഒക്കെ നിങ്ങൾ കോടതി മുമ്പാകെ സമർപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ SDPI അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേസിന് പോയിരിക്കുകയാണ്. മലപ്പുറം ജില്ലാ SDPI കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ കേസുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് അറിയിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്, ഓരോ പൗരൻ്റെയും വിഷയമാണ്. നിങ്ങളിത് ഏറ്റെടുക്കണം, ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് വേണം. നിയമ പോരാട്ടം നമ്മൾ നടത്തും. ഇതിൻ്റെ എന്താണ് സംഭവം എന്നുള്ളത് പുറത്തു കൊണ്ടുവരും. അതിൻ്റെ ആളുകളെ നിയമ നടപടിക്ക് വിധേയമാക്കുന്നത് വരെ ഇത് നിയമപരമായിട്ട് തന്നെ പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ജാതി മതഭേദമന്യേ വേണമെന്ന് അറിയിച്ചുകൊണ്ട് ഏതായാലും ബാക്കി ഇതിൻ്റെ വശങ്ങളുമായിട്ട് നിങ്ങളെ മുമ്പിൽ എത്തുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഓരോരുത്തരുടെയും അവസ്ഥയാണ് എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി ഈ വിഷയത്തിൽ വീണ്ടും കാണാമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.